ഗൈസ് ഇപ്പോൾ സമയം രാത്രി 11:57. ഞങ്ങളൊരു നൈറ്റ് റൈഡിന് പോകാൻ കേട്ടോ. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് 21 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. സ്ഥലം ഏതാണെന്ന് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് റോഡിൽ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ചുകൂടി ഉള്ളോട്ട് പോയപ്പോഴേക്ക് വണ്ടികളുടെ എണ്ണം കുറഞ്ഞു വന്നു. ലാസ്റ്റ് ഞങ്ങളെ മാത്രമായിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷന്റെ ബോർഡൊക്കെ കണ്ടു. ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും അവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളും വണ്ടി പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡെസ്റ്റിനേഷൻ, ബേൺ ഔട്ട് ഗോ കാർട്ടിംഗ് ആണ് കേട്ടോ ഇത്. ശരിക്ക് റോഡിൽ ആൾക്കാരെ ഒന്നും കണ്ടില്ലെങ്കിലും ഇവിടെയുള്ള ആൾക്കാരെ കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. കാരണം ഒരു 12:30 സമയത്താണ് ഇവിടെ ഇത്രയും ആൾക്കാർ ഫുൾ പവർ ഓണിൽ നിൽക്കുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ ഗോ കാർട്ടിംഗ്. അപ്പൊ ഇത് കാണാനായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സെറ്റ് ആൾക്കാർ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നെക്സ്റ്റ് സെറ്റ് ആൾക്കാർ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ രാവിലെ 10 മണി മുതൽ പുലർച്ചെ 5 മണി വരെ ഓപ്പൺ ആണ് കേട്ടോ. അതുപോലെ ഗോ കാർട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 8 ലാപ്സിന് 499 രൂപയും 16 ലാപ്സിന് 799 രൂപയാണ് റേറ്റ് വരുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ വാൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റേസിംഗ് കാറ് ഇതുപോലെ ആൾക്കാർക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിലിരുന്നും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ ഇവിടെ പൂൾ ഗെയിം ആൻഡ് റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വന്ന തലേന്ന് കരുതി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, കാരണം ഓൾറെഡി ഞങ്ങൾ ഫുഡ് ഡിന്നർ കഴിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാവരും ചെറിയ ചെറിയ കുറച്ച് ഐറ്റംസ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് വൺ ഞാൻ ഈ ഒരു കേക്കായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോട്ടസ് എന്തോ പേരൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവർ ഓർഡർ ചെയ്തത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നല്ല ലുക്ക്, നല്ല പിങ്കിഷ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഇതൊരു ബിസ്ക്കറ്റിൻ്റെ ഒരു കേക്കായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്കിത് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഓക്കെ ആയിരുന്നു. നെക്സ്റ്റ് വൺ ഞാൻ ഈ ഒരു സ്കൂപ്പായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വാനില വിത്ത് ഒരു കോഫി ഫ്ലേവർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നോർമൽ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ ഞാൻ ഒരു പിസ്സ ആയിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിസ്സ ഞാൻ ഇതിനു മുമ്പ് കഴിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ റിവ്യൂ പറയാൻ അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഫ്രണ്ട്സ് പിന്നെ കാപ്പച്ചിനോ അതുപോലെ മൊജിറ്റോ ആൻഡ് സ്ട്രോബെറി ഷേക്ക് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓക്കെ എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഭയങ്കര ഒരു അടിപൊളിയൊന്നുമില്ല, ജസ്റ്റ് ഒരു ഓക്കെ ആയിരുന്നു. അതുപോലെ ഇത് അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആയിട്ട് കൂടി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ വാങ്ങിയ ആ സ്ലൈസ് കേക്കിന് തന്നെ 200 എബോവ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ബൈ.